ഹായ് ഹലോ വെൽക്കം ടു നീൻസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഋഷികേഷ് സീരീസിലെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഗംഗാ ആരതി കാണാനാണ്. എല്ലാ പ്രാവശ്യവും ഋഷികേശിൽ വരുമ്പോൾ ഞാൻ മിസ് ചെയ്യാതെ കാണുന്നൊരു സംഭവമാണ് ഗംഗാ ആരതി. വർഷാവർഷവും എന്നെ ഇവിടെ എത്തിക്കുന്നത് തന്നെ ആ ഒരു ഗംഗാ ആരതിയോടുള്ള ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. ഋഷികേശിലെ ചെറുതും വലുതുമായിട്ടുള്ള പല ഘട്ടുകളിലും ഗംഗാരതി നടക്കാറുണ്ട്. പക്ഷേ ഏറ്റവും വലുതായിട്ട് പറയപ്പെടുന്നത് ത്രിവേണിഘട്ടിലെ ഗംഗാരതിയാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അവിടെയാണ് പോകുന്നത്. പോകുന്ന വഴിക്കിൽ ഇങ്ങനെ ഒരുപാട് കടകളുണ്ടാവും, നല്ല അടിപൊളി ആയിട്ടുള്ള ഐറ്റംസ്, നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇതെല്ലാം ഇവിടെയുള്ള ഒരുവിധം എല്ലാ കടകളിലും കിട്ടുന്ന സെയിം ഐറ്റംസാണ്. രുദ്രാക്ഷം, പിന്നെ നമ്മൾ കയ്യിലിടുന്ന ബാൻഡ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പർച്ചേസ് ചെയ്ത് നമുക്ക് നടക്കാം. നമ്മളൊരു 5 മണി ആകുമ്പോഴായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം പർച്ചേസ് ചെയ്ത് ഇങ്ങനെ പോകാനായിട്ട്, കാഴ്ചകളൊക്കെ കണ്ടിട്ട് എത്താനായിട്ടുള്ള ടൈമുണ്ട്. ഈ ഗംഗാരതിക്ക് വിൻ്ററിൽ വേറെ ടൈമും സമ്മറിൽ വേറെ ടൈമുമാണ്. നമ്മൾ എത്തിയ സമയത്ത് സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ 6:30ക്കാണ് ഗംഗാരതിയൊക്കെ സ്റ്റാർട്ടാവുന്നത്. അങ്ങനെ നമ്മൾ ഗംഗാരതി കാണാനായിട്ട് ത്രിവേണിഘട്ടിലെത്തി. നല്ല അടിപൊളി പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ഫോറിനേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെ ഒരുപാട് പേര് വന്നിട്ട് പോകുന്ന സ്ഥലമാണ്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒരുപാട് ക്യാൻസൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, നല്ല ഓറഞ്ച് വൈറ്റ് കളറിൽ. അതിൽ നമുക്ക് ഗംഗാജലം കളക്ട് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുപോകാനാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് പൂക്കളൊക്കെ വാങ്ങിയിട്ട് അതിൽ ഒരു വിളക്കും ഉണ്ടാവും, അതൊക്കെ കത്തിച്ചിട്ട് ഗംഗയിലേക്ക് ഒഴുക്കി വിടാം. നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളെല്ലാ പ്രാവശ്യവും വരുമ്പോഴും ഇവരുടെ കയ്യിൽ നിന്ന് ഈ പൂക്കളൊക്കെ മേടിച്ചിട്ട് ഇതുപോലെ ചെയ്യാറുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ട് ആണ് ഇതിലേക്ക് എല്ലാവരും അർപ്പിക്കുക. നല്ല നമുക്കൊരു മനസ്സിന് ഭയങ്കര സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ തോന്നും. പുണ്യപുരാതന നദിയായിട്ടുള്ള ഗംഗയെ നമ്മൾ ആരാധിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇങ്ങനെ ആരാധിക്കപ്പെടുമ്പോഴുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നദി അത്രത്തോളം മലിനപ്പെട്ടിട്ടില്ല. നമ്മൾ വാരണാസിയൊക്കെ എത്തുന്ന സമയമാകുമ്പോഴത്തേക്കിനും ഗംഗയ്ക്ക് ഒരുപാട് മലിനപ്പെടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും കുറച്ചും കൂടി ഒന്ന് കെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നി, ഋഷികേശ് വരെയെങ്കിലും. അപ്പോൾ നമ്മൾ ആരാധനയൊക്കെ ഇതേപോലെ നദികളോട് കൂടുമ്പോൾ അതിനനുസരിച്ച് നദിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ അവകാശം തന്നെയാണ്, അല്ലെങ്കിൽ അത് ആവശ്യം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും കൂടി. ഇവിടെ ഇങ്ങനെ ഓരോ ഘട്ടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ശിവലിംഗം ഒക്കെ ഉണ്ടാവും. അവിടെ വന്നിട്ട് നമുക്കിങ്ങനെ പൂജകൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ബലിയൊക്കെ ഇടാനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്നിട്ടാണ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അങ്ങനെ നമ്മൾ 3 പേരും ഇതേപോലെ വിളക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒഴുക്കി വിടുന്നുണ്ടായിരുന്നു. ഇത് രാത്രിയാകുമ്പോൾ നല്ല കാണാൻ കുറച്ചുകൂടെ ഭംഗിയുള്ള കാഴ്ചയാണ്. പക്ഷെ ഒരുപാട് പേരിങ്ങനെ ഒഴുക്കി വിടുമ്പോൾ വെള്ളത്തിൽ ഈ വിളക്ക് ഇങ്ങനെ തിരിയൊക്കെ കത്തിച്ച് വെച്ച് പോകുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമായിരിക്കും. നമുക്കൊരു പ്രത്യേക ഒരു മൈൻഡിന് ഭയങ്കര ഒരു എനർജിയൊക്കെ കിട്ടണ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും. ഒരുപാട് കുഞ്ഞു കുട്ടികളും ഇതൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ അധിക പേരും ഈ ഒരു വെള്ളത്തിന് നല്ല തണുപ്പാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു റിഫ്രഷിങ് ഫീൽ നമുക്ക് കിട്ടും. ഈ വെള്ളത്തിൽ ചവിട്ടി നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പ് നമുക്ക് കിട്ടും. ഇതേപോലെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ പോയിട്ട് നമുക്കും പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതെല്ലാം ഒന്ന് കണ്ടിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാനും പറ്റും. ഗംഗാരതിക്ക് കുറച്ചുകൂടെ ടൈം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് ഇരുട്ടി 6:30 കറക്റ്റ് ടൈമിനാണ് അവരതെല്ലാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലോട്ടായിട്ടാണ് പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് ഗട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഇരുന്ന് കാണാം, അല്ലെങ്കിൽ സൈഡിലിരുന്ന് കാണാം. നമ്മൾ ഗട്ടിൻ്റെ ഉള്ളിൽ പോയിരിക്കുമ്പം നമുക്ക് അവർ ആരതി ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് ഭാഗം മാത്രമാണ് കാണാനായിട്ട് പറ്റുക. പക്ഷെ സൈഡിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ കയറാണ്ട് പുറത്ത് നിന്നിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ നമ്മൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് വന്നപ്പോൾ തന്നെ ഏകദേശം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗംഗാരതിക്കുള്ളത്. അത് അവരൊരു 6:15 ആകുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ ഒരു ത്രിവേണിഘട്ടിൽ കുറച്ച് വലിയ ആൾക്കാരാണ് പൂജകളും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഓരോ ഘട്ടിലും പിന്നെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഘട്ടുകൾ ഇവിടെയൊക്കെ വേറെയുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ സൗകര്യം അവിടെ പോയിട്ട് നമുക്കിതൊക്കെ കാണാം. കുറച്ചുകൂടി വലുതായിട്ടുള്ളത് ഈ ഒരു ത്രിവേണിഘട്ടിലുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇങ്ങനെ നമുക്കും തരും ഇവർ ഇതേപോലെ പൂജയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ തട്ടുകൾ. അതായത് ഇവർ ഇവിടെ ചെയ്യുമ്പോൾ നമുക്കും അതിലുപോലുള്ള തട്ടുകൾ എടുത്തിട്ട് ഗംഗയെ ആരാധിക്കാവുന്നതാണ്. അങ്ങനെ കറക്റ്റ് 6:30 ആയപ്പോൾ തന്നെ ഈ ഒരു ആരതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആരതി ഒരു 10 മിനിറ്റാണ് ഉണ്ടാവുക. പിന്നെ ഓരോ ഘട്ടിലെയും ആരതികളുടെ ദൈർഘ്യവും വ്യത്യാസം ഉണ്ടാവും. ആദ്യം തന്നെ പുഷ്പാർച്ചനയും പിന്നെ ധൂപം കൊണ്ടുള്ള ആരതിയും ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ വിളക്ക് വെച്ചിട്ട് ദീപം കൊണ്ടുള്ള ആരതി ചെയ്യുന്നത്. കാണാനായിട്ട് കണ്ണിന് നല്ല അടിപൊളിയായിട്ടുള്ള സുഖമുള്ള കാഴ്ചയാണ്. അവിടുന്ന് ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക്കും ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത ഒരു ഡിവൈൻ ഫീൽ തന്നെ തോന്നും. അവിടുന്ന് ആരതി ചെയ്യുന്ന സമയത്ത് തന്നെ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ദീപങ്ങൾ നമുക്കും തരും. നമുക്കും ഇതേപോലുള്ള ആരതികളൊക്കെ അവരുടെ കൂടെ തന്നെ നിന്നിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന അവസരവും ഈ ഒരു ഘട്ടിലുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിളാരതി വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഇത്രത്തോളം ആൾക്കാർ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാണാനായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. ഇപ്പം നമ്മളൊരു ചേച്ചി വന്നതിന് ശേഷം ഇയർലി വൺസ് എങ്കിലും ഇതൊന്ന് കാണാനായിട്ട് വരാറുണ്ട്. അത്രയ്ക്കും എന്താ പറയുക, ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ ഈ പ്രാവശ്യത്തെ ആരതി നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം അത്രയ്ക്ക് ഹാപ്പിനെസ്സോട് കൂടിയാണ് കേട്ടോ ഞാൻ ഋഷികേശിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. ഋഷികേശിലെ കാഴ്ചകൾ ഇനിയും ചാനലിൽ വരാനുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.